everyone. In the last segment, we have discussed about William Shakespeare, and today we are going to learn Sonnet 29 written by William Shakespeare. I am going to read first 4 lines of the sonnet. First quatrain of the sonnet. When in disgrace with fortune and men's eyes, I all alone beweep my outcast state, and trouble deaf heaven with my bootless cries, and look upon myself and curse my fate. എന്താ പറയുന്നത് നോക്കൂ. When in disgrace with fortune and men's eyes, I all alone beweep my outcast state. As a social outcast, സമൂഹം തിരസ്കരിച്ച ഒരാളെന്ന നിലയിൽ I weep all alone over my position. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ, എൻ്റെ ഈ ഒരു ദുരവസ്ഥയിൽ ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. കാരണം ഭാഗ്യം കൊണ്ടും മനുഷ്യൻ്റെ മറ്റ് സ്ഥിതി കൊണ്ടും ഒക്കെ ഞാൻ സമൂഹം തിരസ്കരിച്ച എന്ന നിലയിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അതുകൊണ്ട് എൻ്റെ ഈ അവസ്ഥയിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. അതാണ് പറയുന്നത് ഫസ്റ്റ് ലൈനിൽ. ആൻഡ് I look at myself and curse my fate, and trouble deaf heaven with my bootless cries, and I look upon myself and curse my fate. എന്താ പറയുന്നത്? I look at myself and curse my fate. I wish I had more hope so that I don't feel so miserable about my present position. എന്നിട്ട് പറയാണ്, എൻ്റെ ഈ അവസ്ഥയെ, എല്ലാവരാലും ഒറ്റപ്പെട്ട് കഴിയുന്ന ഈ അവസ്ഥയെ ഞാൻ ശപിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ ഈ വിധിയെ ഓർത്ത് ഞാൻ അതിനെ ശപിക്കുന്നു. ഞാൻ ദൈവത്തോട് ഒരുപാട് കരഞ്ഞപേക്ഷിച്ചുവെങ്കിലും ദൈവം അതൊന്നും, എൻ്റെ പ്രാർത്ഥനയൊന്നും ചെവി കൊണ്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഈ അവസ്ഥയോർത്ത് എന്നെ തന്നെ ശപിക്കുന്നു എന്നിങ്ങനെ കവി പറയാണ്. കവിയുടെ അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ തുടക്കം എങ്ങനെയാണ്? ദ പോയം ബിഗിൻസ് വിത്ത് എ കൈൻഡ് ഓഫ് പെസിമിസം. ഒരു ശുഭാപ്തി വിശ്വാസമൊന്നുമില്ലാതെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വളരെയധികം സങ്കടപ്പെടുന്ന, ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ഒരാളായിട്ടാണ് കവിയെ കാണുന്നത്. Wishing me like to one more rich in hope, feature like him with friends possessed, desiring this man's art and that man's scope, with what I most enjoy contented least. എന്താ പറയുന്നത്? വിഷിംഗ് മീ ലൈക്ക് ടു വൺ മോർ റിച്ച് ഇൻ ഹോപ്പ്, ഫീച്ചർ ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്. ഐ വിഷ് ഐ ഹാഡ് ദിസ് മാൻസ് എബിലിറ്റീസ്. I wish I had this man's abilities. I wish to be surrounded by friends who could cheer me up. എന്താ പറയുന്നത്? എന്നിട്ട് desiring this man's art, that man's scope, with what I most enjoy contented least. I wish I had this man's skill and that man's freedom. I am least satisfied with what I used to enjoy most. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ പറ്റി പറയുന്നു. കുറച്ചുകൂടി നല്ല നിലയിൽ ജീവിക്കുന്നു, നല്ല പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ പറ്റി പറയുന്നു. എന്നിട്ട് പറയാണ്, I wish I had this man's abilities. ആ മനുഷ്യൻ്റെ കഴിവുകൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. I wish to be surrounded by friends who could cheer me up. എൻ്റെ ചുറ്റും കൂട്ടുകാർ നടന്നുകൊണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഫീച്ചർ ലൈക്ക് ഹിം വിത്ത് ഫ്രണ്ട്സ് പൊസസ്ഡ്. എൻ്റെ ചുറ്റും കൂട്ടുകാർ നടന്ന് അവരെന്നെ ആഹ്ലാദിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വളരെയധികം ആശിക്കുന്നു. ഡിസയറിങ് ദിസ് മാൻസ് ആർട്ട് ആൻഡ് ദാറ്റ് മാൻസ് സ്കോപ്പ്, വിത്ത് വാട്ട് ഐ മോസ്റ്റ് എൻജോയ് കണ്ടന്റഡ് ലീസ്റ്റ്. എന്നിട്ട് പറയുന്നു, I wish I had this man's skill and that man's freedom. I am least satisfied with what I used to enjoy most. അങ്ങനെ എൻ്റെ സുഹൃത്തിനെ പോലെ, ആ സുഹൃത്തിനെ പോലെ എൻ്റെ കൂട്ടുകാർ എൻ്റെ ചുറ്റും ഓടി നടന്ന് എന്നെ ആഹ്ലാദിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അദ്ദേഹം പറയാണ് പോയിട്ട്. അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെ കഴിവും ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും, അദ്ദേഹം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അദ്ദേഹത്തിൻ്റെ കലയും ഒക്കെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന്
ഫ്രണ്ട്സിനെ ഓർത്തിട്ട് അദ്ദേഹം ഇങ്ങനെ അസൂയപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ടിനെല്ലാം ഉണ്ട്, കഴിവുണ്ട്, അദ്ദേഹത്തിന് ശുഭാപ്തി വിശ്വാസമുണ്ട്, അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് കൂട്ടുകാരുണ്ട്, എന്നാൽ എനിക്കിതൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് രണ്ടാമത്തെ ക്വാഡ്രന്റിൽ അദ്ദേഹം പറയുന്നത്. നമുക്ക് തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകാം. Yet in these thoughts myself almost despising, happily I think one day, and then my state, like to the lark at break of the day arising from sullen earth, sings hymns at heaven's gate. എന്നിട്ട് അദ്ദേഹം പറയാണ്, as I despise myself with such thoughts, ഞാനിങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ പഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ തന്നെ ഇങ്ങനെ പഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ, suddenly I think of you, and then my sorrow suddenly changes to joy like the lark rises from dark earth in the early morning. ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരനായ നിന്നെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ സങ്കടം ഒരു സന്തോഷമായി മാറുകയും ചെയ്തു. എങ്ങനെയാണ് സന്തോഷമായിട്ട് ആ സങ്കടം മാറുന്നത്? Suddenly it changes to joy like the lark rises from the dark earth in the early morning. വെളുപ്പാൻ കാലത്ത് പ്രഭാതത്തിൽ പറന്നുയരുന്ന ഒരു വാനമ്പാടിയെ പോലെ എനിക്ക് പെട്ടെന്ന് എൻ്റെ സങ്കടമെല്ലാം ഒരു വലിയ സന്തോഷമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു? Like to the lark at break of the day rising from sullen earth sings hymns at heaven's gate. ഇപ്പോൾ സ്വർഗത്തിൻ്റെ കവാടത്തിങ്കൽ വാനമ്പാടി പാടുന്നത് പോലെ ഞാൻ ആ സന്തോഷത്തെ ആസ്വദിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കവി തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചോർത്ത് വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ തൻ്റെ സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് ഓർക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സൊനറ്റുകളെല്ലാം അഡ്രസ്സ് ചെയ്യുന്നത് ഒരു യങ്മാനെയാണ്. പിന്നെ ലാസ്റ്റത്തെ കുറേ സൊനറ്റുകൾ അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഡാർക്ക് ലേഡിയെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൊനറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് ഒരു യങ്മാനെയാണ്. ആ യങ്മാനെ കുറിച്ചാണ് പറയുന്നത്. തൻ്റെ സുഹൃത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തനിക്കുണ്ടായിരുന്ന തൻ്റെ ദുഃഖമെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട്, ഇപ്പോൾ വളരെയധികം സന്തോഷമാണ് ഉള്ളതെന്ന് കവി പറയുകയാണ് ചെയ്യുന്നത്. ഇനി അവസാനത്തെ 2 ലൈൻസ്, കപ്ലറ്റ് ഓഫ് ദി സൊനറ്റ്. For thy sweet love remembered such well brings, that then I scorn to change my state with kings. Thinking of your love brings me such happiness. എൻ്റെ സുഹൃത്തെ, ഞാൻ നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് പറഞ്ഞറിയാക്കാൻ പറ്റാത്ത ഒരു തരം സന്തോഷമാണ് അനുഭവപ്പെടുന്നത്. Thinking of your love bringing me such happiness. I am now so happy that I would not even like to exchange my position with kings, because I feel so happy and contented. എന്താ പറയുന്നത്? എൻ്റെ ഇപ്പോഴത്തെ ഈ സ്ഥിതിയിൽ ഒരു രാജാവായിട്ട് പോലും എൻ്റെ സ്ഥാനം വെച്ചു മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്രമാത്രം സന്തോഷവും സന്തുഷ്ടിയുമാണ് എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. എൻ്റെ സുഹൃത്തായ നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഒരു രാജാവിനെ വെച്ച് മാറാൻ പോലും എൻ്റെ അവസ്ഥ ഒരു രാജാവിന് കൊടുക്കുകയും ആ രാജാവിൻ്റെ അവസ്ഥ എനിക്ക് തരികയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് മാറാൻ പോലും ഞാൻ തയ്യാറല്ല. ഒരു രാജാവിനേക്കാളും ഞാനിപ്പോൾ സന്തോഷവാനാണ്. അത്രയധികം സന്തോഷം ഞാൻ അനുഭവിക്കുന്നു എന്നാണ് ഷേക്സ്പിയർ പറയുന്നത്. സോ സൊനറ്റ് 29, ഇറ്റ് ഷോസ് ദി പോയറ്റ് അറ്റ് ഹിസ് മോസ്റ്റ് ഇൻസെക്യൂർ ആൻഡ് ട്രബിൾഡ് സിറ്റുവേഷൻ. തുടക്കത്തിൽ അങ്ങനെയാണ്, അദ്ദേഹം വളരെ ഇൻസെക്യൂറാണ്, അങ്ങനെ വളരെ ട്രബിൾഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആൻഡ് ഹി പ്രസൻസ് ഹിംസെൽഫ് ഇൻ എ ബാഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഹി ഹാസ് ഫാലൻ ഫ്രം ഗ്രേസ് ആൻഡ് ഈസ് ഗ്രേറ്റ്ലി ഡിപ്രസ്ഡ്. തുടക്കത്തിൽ വളരെയധികം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരാളായിട്ടാണ് കവിയെ കാണുന്നത്. ഹി ഓൾസോ ഫീൽസ് അൺലക്കി ഹിംസെൽഫ്. വളരെ നിരാശനായിട്ടുള്ള, നിർഭാഗ്യവാനായിട്ടുള്ള ഒരാളായിട്ടാണ് കവി അദ്ദേഹത്തിന് കാണുന്നത്. ആൻഡ് ഹി ഫീൽസ് അഷെയിംഡ് ആൻഡ് ഗിൽറ്റി ജലസ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ഹിം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ആളുകളോട് അദ്ദേഹത്തിന് വളരെയധികം അസൂയയും ജലസും ഒക്കെയാണ് ഈ സമയത്ത് തോന്നുന്നത്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ സോനറ്റ് ദ പോയിറ്റ് സീംസ് ടു ചിയർ അപ്പ്, തിങ്കിങ് ഓഫ് സം വൺ. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നു.
അതോടുകൂടിയിട്ട് ദ പോയറ്റ് തിങ്സ് ഹി ക്യാൻ ഫൈറ്റ് ഹിസ് മിസറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ സ്വീറ്റ് ലവ് ഓഫ് ഹിസ് ഫ്രണ്ട്. തൻ്റെ സുഹൃത്തിനോടുള്ള ആ ഇഷ്ടം വെച്ചിട്ട് തൻ്റെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിനൊക്കെ നേരിടാം എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. പെട്ടെന്ന് തൻ്റെ സുഹൃത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈൻഡിലോട്ട് വളരെയധികം സന്തോഷം കടന്നു വരുന്നു. സോ മെമ്മറീസ് ഓഫ് ദ സ്വീറ്റ് ലവ് ഹെൽപ്പ് ഹിം ടു റിമെയിൻ ഹോപ്പ്ഫുൾ. സോ തൻ്റെ സുഹൃത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഇനി മുന്നോട്ട് അങ്ങോട്ട് ജീവിക്കാനുള്ള കരുത്തും പ്രതീക്ഷയും നൽകുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് സോനറ്റ് 29. വളരെ സിമ്പിളായിട്ടുള്ള ഒരു സോനറ്റാണ് ഷേക്സ്പിയറിൻ്റെ. വളരെ ചെറിയ ഒരു തീം വെച്ചിട്ടുള്ള ഒരു ചെറിയ സോനറ്റാണ്. അപ്പോൾ സോനറ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു, എന്തൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പഠിച്ചു. സോനറ്റ് 29ൻ്റെ തീമും നിങ്ങൾ പഠിച്ചു. അപ്പോൾ നമുക്ക് മറ്റൊരു പോയവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.